പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാവശ്യം നമ്മൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ പഠിക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചത്. ഹെബ്രായ ലേഖനത്തിന് 1 മുതൽ 4 വരെ നമ്മൾ ചിന്തിച്ചപ്പോൾ കർത്താവ് അനേകരെ പ്രത്യേകിച്ച് ഹെബ്രായ വിശ്വാസികളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ലേഖനമാണ്. അതുകൊണ്ട് അവർക്കെല്ലാം തന്നെ പഴയ നിയമ പുസ്തകങ്ങൾ വളരെ നന്നായി അറിയാവുന്ന ഒരു കൂട്ടം ജനം ആയതുകൊണ്ട് അതിനെപ്പറ്റി വളരെ വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ഇസ്രായേൽക്കാർ, യഹൂദന്മാർ ഉന്നതമെന്ന് ശ്രേഷ്ഠമെന്ന് വിശേഷിപ്പിച്ചുവോ ചിന്തിച്ചുവോ അതിനേക്കാളെല്ലാം ഉയർന്നവനാണ് യേശു എന്ന് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു. യേശു പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും മോശയെക്കാളും യോശുവേക്കാളും പിന്നീട് 5-ാം അധ്യായം തുടങ്ങി 8-ാം അധ്യായം വരെ യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാളും ഉന്നതനാണ് എന്ന് വ്യക്തമായിട്ട് വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു പലതും യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമെന്ന എണ്ണിയനെ യേശു റീപ്ലേസ് ചെയ്തു. അപ്പോൾ പാരമ്പര്യമായി അവർ പഠിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടിസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പ് ഉള്ള ഒരു വിശ്വാസ സംഹിതയാണ് ഹെബ്രായക്കാർക്കുള്ളത്, ഇസ്രായേൽക്കാർക്കുള്ളത്. പ്രത്യേകിച്ച് അതിനെയാണ് ഇന്ന് ഇസ്ലാം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഹെബ്രായക്കാൽ ഹെബ്രായനായവൻ എന്നൊക്കെ പറഞ്ഞ് ആ ഹെബ്രായ പുസ്തകത്തെ മനഃപാഠം അറിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കരങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനെപ്പറ്റി വ്യക്തമായ അറിവ് ന്യായപ്രമാണത്തിൽ വള്ളി തെറ്റാതെ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും തെറ്റാതെ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസിനെ പോലെ അനേകരുണ്ട്. അവരോടൊക്കെയാണ് ഈ തിരുവചനം പറയുന്നത്. പ്രത്യേകിച്ച് ദൈവവചനം നമുക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെപ്പറ്റി ഒരുവനെ ഒരു പാരമ്പര്യ വിശ്വാസം അല്ലാത്തവരോട് പറയുവാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്നാൽ പാരമ്പര്യമായി യേശുവിനെ അറിഞ്ഞ് അതേ വിശ്വാസ സംഹിതകളിൽ അടിയുറച്ച പ്രത്യേകിച്ച് പാരമ്പര്യ സഭകൾ ഉള്ളവരോട് നമ്മൾ വചനം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സത്യം നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അവർക്ക് ഏറ്റെടുക്കുവാൻ അവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. യേശു സുവിശേഷം പറഞ്ഞപ്പോഴൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് യേശു ഫേസ് ചെയ്തത് ഈ യഹൂദ പ്രമാണികൾ, പരീശന്മാരെ, പ്രത്യേകിച്ച് പരീശന്മാരും പുരോഹിതന്മാരും ആയിട്ടുള്ള ആ ഒരു ജനവിഭാഗത്തെ ആണ് പലപ്പോഴും യേശു അവരുടെ മുമ്പിൽ കർത്താവ് പലപ്പോഴും അവരെ നിങ്ങൾക്ക് കഷ്ടമെന്ന് പറയുന്നത് അവരെ പറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം വിശ്വാസികളോടാണ് ഈ ദൈവവചനം അവർക്ക് വേണ്ടിയാണ് ദൈവവചനം എഴുതപ്പെട്ടത്. പ്രോബബ്ലി അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കാം ഈ ലേഖനം എഴുതിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ ലേഖനകർത്താവിൻ്റെ പേര് നമുക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ആർക്കും അറിയില്ല ആരാണ് എഴുതിയെന്ന്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ 6-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോകുന്നതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. പലരുടെയും നമ്മുടെയൊക്കെ അല്ലെങ്കിൽ പിന്മാറ്റം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ഭയമാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ പലപ്പോഴും ഇതിനെപ്പറ്റി പല രീതിയിലുള്ള ഡോക്ട്രിൻസ് ഉണ്ട്. ചിലർ അതിനെപ്പറ്റി നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് പലൊരു കൺഫ്യൂഷൻ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാൾ വീണ്ടും അദ്ദേഹം നിത്യത നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പിന്മാറ്റത്തിൽ നിങ്ങൾ പോകരുത് എന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഇതിന് പിന്മാറ്റത്തിൽ നിങ്ങൾ പോകുവാൻ പാടില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. കാരണം ഈ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത്, ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് മാനസാന്തരം, ദൈവത്തിൽ അങ്ങനെ അടിസ്ഥാന വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പോസ്തലനായ വീണ്ടും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ഇതെഴുതിയ ഗ്രന്ഥകർത്താവ് മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം
അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനങ്ങൾ തിരിച്ചറിയണം. ഫസ്റ്റ് തിങ്, ആ അടിസ്ഥാനത്തിൽ നിന്നാൽ മാത്രം പോരാ, അടിസ്ഥാനങ്ങളെ വിട്ട് പണിയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്. അപ്പോൾ അപ്പോസ്തലന്മാർ ഇട്ട അടിസ്ഥാനത്തിലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. അടിസ്ഥാനം തെറ്റിയാൽ ആമേൻ ആ കെട്ടിടം താഴോട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ അപ്പോസ്തല ഉപദേശങ്ങളല്ലാത്ത അടിസ്ഥാനങ്ങളിൽ സഭ പണിയപ്പെട്ടാൽ, അല്ലെങ്കിൽ യേശു പറഞ്ഞ വചനങ്ങളല്ലാത്തതിൽ പണിയപ്പെട്ടാൽ നമ്മുടെ വിശ്വാസ ജീവിതം തകർന്നു പോകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാനും ആ വിശ്വാസത്തിന് അടിയുറച്ച് നിൽക്കുവാനും ഒക്കെ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിസ്ഥാനം വേണം. ഈ അടിസ്ഥാന വിശ്വാസങ്ങൾ നിങ്ങൾ അറിയണം. അതറിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിന്മാറ്റത്തിൽ പോകുക, അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ് പോകുവാനും ഒക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഈ വാർണിംഗ് പ്രത്യേകിച്ച് ഈ ഹെബ്രായക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു വാർണിംഗ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണുന്നത്. പക്ഷേ അതുകൂടാതെ ബാക്കിയുള്ളവർക്കും അത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ അടിസ്ഥാന വിശ്വാസങ്ങളെപ്പറ്റി, അടിസ്ഥാന ഉപദേശങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അടിസ്ഥാനം എന്തായിരുന്നു? അപ്പോൾ അടിസ്ഥാനം 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. അത് കൈവെപ്പ്, മരിച്ചവരുടെ ദൈവ കർത്താവിൻ്റെ കൈവെപ്പിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. അത് അറിയാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ മുമ്പുള്ള പ്രത്യേകിച്ച് ആ വീഡിയോ അല്ലെങ്കിൽ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും എവിടെയെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. അപ്പോൾ അതിനു മുമ്പ് മാനസാന്തരം, ദൈവത്തിലുള്ള മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവെപ്പ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ബാക്കി 2 കാര്യങ്ങൾ ഉള്ളത്, ശേഷിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനവും നിത്യശിക്ഷാവിധിയുമാണ്. അപ്പോൾ വിശ്വാസത്തെ പറ്റി ഒരു വ്യക്തി വ്യക്തമായി അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. സ്നാനത്തെപ്പറ്റി അവരറിഞ്ഞിരിക്കണം, അതിൻ്റെ ഉപദേശം. കൈവെപ്പിനെ പറ്റി അറിഞ്ഞിരിക്കണം, അത് പരിശുദ്ധാത്മാവുള്ള കൈവെപ്പാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റിയാണ് പിന്നെയുള്ള കാര്യം. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം, പക്ഷേ ഇത് ഇന്നത്തെ പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്നും വ്യത്യസ്തം, അതുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. പുതിയ നിയമസഭയുടെ അടിസ്ഥാന വിശ്വാസം 8 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അത് ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായത്തിന് 37 തുടങ്ങി 42 വാക്യങ്ങളിൽ അടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ആസ്പദമാക്കിയാണ് ദൈവസഭയ്ക്ക്, പുതിയ നിയമസഭയിലെ അടിസ്ഥാനത്തെപ്പറ്റി, സഭയായിട്ടുള്ള അടിസ്ഥാനത്തെപ്പറ്റി എഴുതിയിരിക്കുന്നത്. ഇത് വ്യക്തിപരമായ അടിസ്ഥാനമാണ്. അപ്പോൾ അവിടെ മാനസാന്തരം, രക്ഷ, അതാണ് ഒന്നാമത്തത്. സഭയുടെ പറ്റി പറഞ്ഞ വിശ്വാസ സ്നാനമുണ്ട്, ആത്മാവിലുള്ള സ്നാനമുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കണം, വേർപെട്ടൊരു കൂട്ടായ്മ, ഒരു ജീവിതം. ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ യേശുവിലുള്ള വിശ്വസിക്കുന്ന ദൈവസഭയിലായിരിക്കുന്ന വിശ്വാസിക്ക് വേർപാട് അവർ പാലിക്കണം. അത് അപ്പോസ്തലികമായ ഉപദേശങ്ങൾ തന്നെ, അതിനകത്ത് പുറത്തു നിന്നും ഒരു ഉപദേശവും നമുക്ക് എടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ പല ഉപദേശങ്ങളുണ്ട്. പിന്നെ കൂട്ടായ്മ ഈസ് ഇമ്പോർട്ടൻറ്റ്. കൂട്ടായ്മ എപ്പോഴും ആചരിക്കുന്നവരായിരിക്കണം ഈ അടിസ്ഥാന ഉപദേശം. ആ കൂട്ടായ്മ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും കൂടി വന്നിരുന്നു അപ്പം നുറുക്കണം. പിന്നെ നിരന്തരമായ കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതിനകത്ത് ഈ പുനരുത്ഥാനം എന്ന വിഷയം ഒന്ന് തൊട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുവാൻ നമുക്ക് സമയത്തിൻ്റെ പരിധിയില്ല. നമ്മുടെ പറഞ്ഞാൽ ഒരുപക്ഷെ പല കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് ചിലത് പറയാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഈ പുനരുത്ഥാനം എന്നുള്ള കാര്യം, മരിച്ചവർ വീണ്ടും അവര് പുനരുത്ഥാനം പ്രാപിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് ദൈവം എന്നെ തന്നെ പറയാം, നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ നമുക്കൊരു പുനരുത്ഥാനമുണ്ടോ? ഇതുകൊണ്ട് തീരുകയാണോ? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വർക്കിച്ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല. അപ്പം ഞാൻ ആദ്യം കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, നിത്യരക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള പോലെ ആദ്യം തീക്ഷ്ണതയെ കാണുന്നവരോടൊക്കെ പോയി സുവിശേഷം പറയും. അപ്പോൾ വർക്കിച്ചേട്ടനോട് പോയി സുവിശേഷം പറഞ്ഞു. രക്ഷിക്കപ്പെടണം, ഒരു നിത്യതയുണ്ട്, മരിച്ചാൽ നമ്മൾ നിത്യശിക്ഷാവിധിയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് അങ്ങനെയൊന്നുമില്ല, വെറുതെ പറയുന്നതാ. അദ്ദേഹം ഒരു പള്ളി ഭക്തനാണ്, അച്ഛന്മാരുടെ കൂട്ടത്തിലേക്ക് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ
ഈ റോക്കറ്റ് കത്തിച്ച് പെരുന്നാളിനൊക്കെ കത്തിക്കുന്ന ഇതങ്ങ് പൊങ്ങിപ്പോയിട്ട് മുകളിൽ ചെല്ലുമ്പോൾ പൊട്ടി അതങ്ങ് ഒരു പൂ പോലെ അല്ലെങ്കിൽ നക്ഷത്രം പോലെ തീരുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് അദ്ദേഹം തിരിച്ചു പറയാനിടയായി. പക്ഷേ നമ്മൾ ഈ ഭൂമി വിട്ട് മുന്നോട്ട് വിട്ടു പോകുമ്പോൾ നമ്മുടെ ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല, സ്തോത്രം. പക്ഷെ അതിനപ്പുറത്ത് ഒരു നിത്യ രക്ഷയുണ്ട്, ഒരു പുനരുത്ഥാനം ഉണ്ട് എന്ന് ഉള്ളതിനെപ്പറ്റി വ്യക്തമായ ബോധ്യം ദൈവസഭയിൽ അല്ലെങ്കിൽ നിത്യരക്ഷയെ പറ്റിയുള്ള ബോധ്യം നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കണം. പലരും നമ്മൾ പറഞ്ഞ് പോകുന്നതല്ലാതെ നമുക്ക് പലപ്പോഴും ഈ ഭൂമിയിലെ പ്രശ്നങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. അതിനൊക്കെ വല്ല സൊല്യൂഷൻ ഉണ്ടെന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കാറുള്ളൂ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഒരു നിത്യരക്ഷയുണ്ട്. എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിൽ കർത്താവ് ആക്കി തീർത്തിട്ടുണ്ടോ ആ സമയങ്ങൾ വളരെ വിലയേറിയതാണ്. അത് നമ്മുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ദൈവിക ദർശനം ദൈവസഭയിൽ ഉള്ള ദൈവമക്കൾക്ക് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് ആ കാലഘട്ടങ്ങളിൽ സദൂക്യന്മാരുണ്ടായിരുന്നു, ഫാരിസീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സദൂക്യർ നമുക്കറിയാം, അത് അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ പുനരുത്ഥാനമില്ല എന്നും ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂക്യർ പറയുന്നു. പരീശന്മാർ ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു വിഷയത്തെപ്പറ്റി പറഞ്ഞ് അവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രത്യേക രീതിയിൽ താൻ അകപ്പെട്ട ഒരു കെണിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽക്കാർ പഴയ നിയമത്തിൽ നിത്യരക്ഷയുണ്ട്. അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:19 അവർ വിശ്വസിച്ചിരുന്ന കാര്യമാണ്. ഒരു പുനരുത്ഥാനം മനുഷ്യനുണ്ടെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു എന്ന ഭൂമി പ്രേതരെ എന്ന് പറഞ്ഞ് അവിടെ പഴയ ഈ ഇസ്രായേൽക്കാർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ പുനരുത്ഥാനത്തെ പറ്റി അവർ വ്യക്തമായി ആ രക്ഷ യേശുവിലൂടെ ആണെന്ന് അവർ അറിയുവാൻ ആഗ്രഹിച്ചു. അവിടെ ഈ പുനരുത്ഥാനം, റിസറക്ഷൻ എന്താണ്? രണ്ട് തരത്തിലുള്ള റിസറക്ഷൻ നമുക്ക് ദൈവവചനത്തിലോ പുതിയ നിയമത്തിലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. യേശു പറയുന്നുണ്ട്, യോഹന്നാൻ ഇത് സുവിശേഷം അതിൻ്റെ 5:24 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. ജോൺ 5:24-29. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതെ, നമുക്ക് അല്പം പതുക്കെ പോകാം. സ്വതം അപ്പോൾ എന്റെ വചനമല്ല, യേശുവിന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ, അങ്ങനെയുള്ളവർ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവർ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു രീതിയിലുള്ള ഒരു പുനരുത്ഥാനമാണ്. കാരണം യേശു ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ മർത്യ ശരീരത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുമ്പോൾ, നമ്മുടെ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു പുനരുത്ഥാനം ലഭിക്കുക നമ്മുടെ ഈ മർത്യ ശരീരത്തിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്പിരിച്വൽ റിസറക്ഷൻ ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്സ്. നമ്മൾ അറിയുന്നില്ലെങ്കിലും. കാരണം എഫീഷ്യർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അവിടെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈസ് ഓൾറെഡി ഡെഡ്. നമ്മൾ വിചാരിക്കാം ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സംസാരിക്കാൻ, പാട്ട് പാടുകയൊക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹം ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ് ദൈവം കാണുന്നതെങ്കിൽ ഹി സീസ് ദ ഫ്യൂച്ചർ. സോ ദൈവത്തെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചിരിക്കുന്നു. നിത്യമരണമാണ്. നമുക്കറിയാം പല മരണങ്ങളുണ്ട്. ആരും പേടിക്കരുത് എന്ന് രാത്രി. സ്തോത്രം. മരണത്തെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് സ്തോത്രം നമുക്ക് നിത്യജീവൻ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അത് പ്രത്യേകിച്ച് അവിടെ പറയുന്നു, അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ അതിക്രമങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓൾറെഡി ഡെഡ് ആയിരുന്നു. പക്ഷേ അവയിൽ മുമ്പേ ഈ ലോകത്തിൽ
ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിന് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. യേശുവിനെ അറിയുന്നതിന് മുമ്പ് എന്തൊക്കെയോ നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നു. പാപത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ചില ശക്തി കേന്ദ്രങ്ങൾ, നമ്മുടെ ജീവിത ശാപത്തിൻ്റെതായ ചില ബന്ധനങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന മദ്യപാനത്തിലും അതേ പല തരത്തിലുള്ള പാപത്തിൻ്റെതായ സ്വഭാവങ്ങളിൽ ബന്ധിക്കപ്പെട്ട ജീവിതങ്ങളായിരുന്നു. നിരാശയിലും പലപ്പോഴും പല രീതിയിലുള്ള ദുഃഖത്തിലും ഭാരത്തിലുമൊക്കെ നമ്മൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടം. പ്രത്യാശയില്ലാത്തവരായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങൾ അതിനെ അനുസരിച്ചപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ശക്തി കേന്ദ്രം ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ യേശുവിനെ അറിഞ്ഞ സമയം മുതൽ അവയിൽ നിന്ന് നമ്മളെ മോചിച്ച് നമ്മുടെ ശരീരത്തിനുള്ളൊരു പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ദൈവം പകരും. അപ്പോൾ വി ആർ ഓൾറെഡി അലൈവ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ അങ്ങനെയുള്ളവർക്ക് ദൈവം കാണുമ്പോൾ ഈസ് ഓൾറെഡി അലൈവ്. അവനൊരു പുനരുത്ഥാനം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് കാണപ്പെടാൻ പറയുന്ന വാക്യമുണ്ട്. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടി ഉണ്ട്. എന്താണ് ആ ഗ്യാരണ്ടി? കർത്താവ് നമ്മുടെ ആ ശരീരത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആത്മാവ് യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായതുകൊണ്ട് അവനെ ഉയർപ്പിച്ച അതേ ആത്മാവിനാൽ യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സ്തോത്രം. അപ്പോൾ നമുക്കൊരു മഹത്വമുള്ള ശരീരം, രോഗമില്ലാത്ത, ഭാരമില്ലാത്ത, ദുഃഖമില്ലാത്ത, നിരാശകളില്ലാത്ത, വേദനയില്ലാത്ത, ഞെരുക്കമില്ലാത്ത, അതേ രോഗമില്ലാത്ത ഒരു ശരീരം ദൈവം നമുക്ക് തരുവാൻ പോകുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നാൽ നമുക്ക് ഉറപ്പായിട്ട് വേണം. സ്തോത്രം. അപ്പോൾ ഒരു നിത്യതയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് ഒരു ബേസിക് ആയിട്ടൊരു ഫൗണ്ടേഷൻ നമുക്ക് വേണം. അതിനുശേഷം പിന്നെയാണ് അങ്ങനെയുള്ളവർക്കാണ് ന്യായവിധിക്കായി പുനരുത്ഥാനത്തിനുമായും ചെയ്യുവാൻ നാഴിക വരുന്ന യേശു പറയുന്നത്. അതിനുശേഷമാണ് യേശുവിലൂടെ യേശുവിൻ്റെ അന്തിമ വിധിയിൽ ഒരുവൻ പുനരുത്ഥാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് പുനരുത്ഥാനത്തെ അല്ലെങ്കിൽ നിത്യരക്ഷയുടെ ഒരു ഗ്യാരണ്ടി ലഭിക്കുവാൻ ഇടയാകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിൽ വന്നിട്ട് ഒരുവൻ്റെ ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുശേഷം പറയുകയാണ് 6ാമത്തെ അടിസ്ഥാനമാണ് നിത്യശിക്ഷാവിധി. അത് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5:52 ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായവിധിക്കായി ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇതൊരു വലിയ വിഷയമാണ്. കാരണം ന്യായവിധി യേശുവിനെ ഏൽപ്പിച്ചിരിക്കും. ഒരു ന്യായവിധി ഉണ്ട്. ഈ ന്യായവിധി ഓൾറെഡി ദർ ഇസ് എ ജഡ്ജ്മെന്റ് വിച്ച് ഇസ് ഹാപ്പൻ. ഈ ഭൂമിയിൽ ഏകദേശം 4 ന്യായവിധികൾ നടന്നു കഴിഞ്ഞു. അത് ഞാൻ പെട്ടെന്ന് അതൊന്ന് പറയാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ആർക്കൊരു മടുപ്പായി തീരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ന്യായവിധി എന്നൊക്കെ കേൾക്കും പലരും ഭയപ്പെടുന്നവരുണ്ട്. പക്ഷേ യേശുവിലായവന് ശിക്ഷാവിധി ഇല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ സത്യം. അതുകൊണ്ട് ഇന്ന് കഥാവിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് നിത്യശിക്ഷാവിധി ഇല്ല. അപ്പോൾ ദ ജഡ്ജ്മെന്റ് ഓഫ് ആഡം ആൻഡ് ഈവ്, ആദ്യത്തെ ന്യായവിധി സംഭവിച്ച ഭൂമിയിൽ ജനസിസ്, താല്പര്യമുള്ളവർക്ക് പിന്നീട് വായിച്ചാൽ ജനസിസ് ചാപ്റ്റർ 3:14-24 അവിടെ ഒരു ന്യായവിധി അവരുടെ മേൽ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതേ സർപ്പം തൻ്റെ ഉരസുവൻ ഭൂമിയിൽ കാലില്ലാതെ അത് എഴഞ്ഞു നടക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു ന്യായവിധി ദൈവം അവിടെ കൊടുക്കുന്നു. സ്ത്രീ വേദനയോടെ പ്രസവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നീ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സമയമുള്ളപ്പോൾ വായിച്ചാൽ അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ട്. പിന്നെ വന്നൊരു ന്യായവിധിയാണ് നോഹയുടെ കാലത്ത് വന്ന ന്യായവിധി. അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ആൻറ്റി ഡൈലൂവിയൻ വേൾഡ്. ആ ന്യായവിധിയിൽ നമുക്കറിയാം ഭൂമി ജലപ്രളയത്താൽ നശിച്ചുപോയി. ആ ഉണ്ടായിരുന്ന ആത്മാക്കളോട് യേശു ക്രിസ്തു പാതാളത്തിലിറങ്ങി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായ അറിവ് പലർക്കുമില്ല.
ദ ജഡ്ജ്മെന്റ് ഓഫ് ഈജിപ്റ്റ്, ഈജിപ്തിനെ ദൈവം ന്യായം വിധിക്കുന്നുണ്ട്, ഫറവോനെ ദൈവം ന്യായം വിധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പൊതുവായൊരു ന്യായവിധി ഭൂമിയിൽ പലയിടങ്ങളിലായി നടന്നു. ഇനി ഒരു ന്യായവിധി വരാൻ പോകുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോഴും ന്യായവിധി നടക്കുന്നുമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് മുന്നോട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. ദ ജഡ്ജ്മെന്റ് ഓഫ് ബിലീവേഴ്സ്. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ തൻ്റെ ജീവനെ പ്രാണത്യാഗം തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ന്യായവിധി നടക്കുകയായിരുന്നു. ആ ന്യായവിധി നമുക്കുണ്ടായിരുന്ന ന്യായവിധിയാണ് ക്രൂശിൽ കർത്താവ് ഏറ്റെടുത്തത്. അതെവിടെയാണ് കിടക്കുന്നത് ചോദിച്ചാൽ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 53:4 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ന്യായവിധി സ്വന്തം ശരീരത്തെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ന്യായവിധി ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ആ ന്യായവിധി എന്തായിരുന്നു കർത്താവായ യേശുക്രിസ്തു? ഐസയ ചാപ്റ്റർ നമുക്ക് പലപ്പോഴും കാണപ്പെടാമായിട്ടുള്ള വചനമാണ് 53:4 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ. നമുക്കുള്ള ശിക്ഷ, നമുക്കുള്ള ന്യായവിധി യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം യേശു എൻ്റെ ശിക്ഷയെ ആ ശരീരത്തിലേക്ക്, തിരുമേനിയിലേക്ക്, കർത്താവ് മാത്രമേ തിരുമേനിയായിട്ടുള്ളൂ. ഒരു തിരുമേനി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തിരുമേനിയല്ല, എല്ലാം ചെയ്യുന്ന മേനിയാണ്. സ്തോത്രം. അതുകൊണ്ട് ആ ശരീരം പെർഫെക്റ്റ് ആണ്. തിരുമേനി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബോഡി, അതിനകത്ത് പാപം ലവലേശമില്ല, അതിനകത്തൊരു കുറവില്ല. ആ തിരുമേനിയിലേക്ക്, ആ ശരീരത്തിലേക്ക് അവിടെ സമാധാനത്തിൽ ശിക്ഷയെ കർത്താവ് ഏറ്റെടുത്തു. അപ്പോൾ ആ ഒരു ശിക്ഷ, എൻ്റെ മേൽ വരേണ്ട ശിക്ഷ, ഇറ്റ് വാസ് ട്രാൻസ്ഫേർഡ് അൺടു ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ആ അടിപ്പിണനാൽ സൗഖ്യം. യേശു എൻ്റെ ശിക്ഷ ഏറ്റെടുത്തെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗം നിലനിൽക്കുവാൻ, ദൈവഹിതമല്ലാത്തത് നിലനിൽക്കുവാൻ ഇടയാകത്തില്ല. ശാപങ്ങൾ കർത്താവ് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. അതെ, ആ ഒരു വിശ്വാസം അവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:1 പറയുന്നു, ശിക്ഷാവിധിയില്ല. സോ ഗോഡ് പ്രൊനൗൺസ്. യേശു പറയുന്നൊരു കാര്യമുണ്ട്. യേശു ക്രൂശിലേക്ക് പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇറ്റ് ഹാപ്പൻ ഫോർ അവർ. നമ്മുടെ ശിക്ഷാവിധി മാത്രമല്ല, ലോകത്തിൻ്റെ ന്യായവിധി. ജോൺ ചാപ്റ്റർ 12:31 യേശു പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ലോകത്തിൻ്റെ പ്രഭുവിനെ തള്ളിക്കള. അപ്പോൾ പിശാചിൻ്റെ മേലുള്ള ഒരു ന്യായവിധി അവിടെ നടന്നു. നമ്മളെ ഞെരുക്കിയ, നമ്മളെ തകർക്കുവാൻ ശ്രമിച്ച, നമ്മുടെ ജീവിതത്തെ ബന്ധിച്ച പൈശാചിക ശക്തിയുടെ മേലുള്ള ന്യായവിധി യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുക്കുക. ഈ ചുക്കപ്പോൺ എങ്കിലും ദൈവകൃപ നാം എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനെ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അത് അവനെ മഹത്വം ബഹുമാനം അണിഞ്ഞവനായി നാം കാണും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ന്യായവിധി, അവിടെ നടന്ന ന്യായവിധിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും there is an ongoing judgment of God. അതുകൊണ്ട് അത് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ആരെയും വിധിക്കരുത്. ദൈവം ന്യായം വിധിക്കുന്നിടം വരെ നമ്മൾ ആരെയും ന്യായം വിധിക്കരുത്. അറിയാം, നമ്മൾ പലപ്പോഴും ഇന്നാണെങ്കിൽ പോലും നമ്മൾ ആരോടെങ്കിലും ഒക്കെ ന്യായം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് മാപ്പ് പറയാം. കർത്താവ്, ഒരു വ്യക്തിയെ നമുക്ക് ന്യായം വിധിക്കുവാനുള്ള അധികാരമില്ല. ആരെയും സ്തോത്രം നമുക്ക് കുറ്റക്കാരനായി നമുക്ക് പറയാൻ കഴിയത്തില്ല. അതിന് കഴിയുന്നവൻ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശിക്ഷാവിധിയെ പറ്റി പറയുമ്പോൾ, കർത്തൃമേശയിൽ വരുമ്പോൾ നമ്മളിപ്പോൾ കാണാപ്പാടം നമ്മൾ അറിയാവുന്ന കാര്യം, മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. അപ്പോൾ ആ ശിക്ഷാവിധി ഉൾപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും കർത്താവേ ദൈവഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാനല്ല, നമ്മളെ തന്നെ ആദ്യം ശോധന ചെയ്യുവാനാണ് പലപ്പോഴും നമ്മൾ കർത്തൃമേശയിൽ ആദ്യം തയ്യാറാകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ദൈവസഭയുടെ മേൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, അപ്പോൾ മറ്റൊരു സഹോദരന് പിഴച്ചാൽ അവനോട് ചെന്ന് പറയുവാനും, പിന്നെ അത് നിങ്ങളെ പറഞ്ഞ് അനുസരിച്ചില്ലെങ്കിൽ ദൈവസഭയിലുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുക. അതിനുശേഷം അവരും പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ പുറം ജാതിക്കാൻ ചുങ്കക്കാൻ എന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മത്തായി സുവിശേഷത്തിലുണ്ട്. അതിൻ്റെ ശേഷം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിച്ചിരിക്കും.
നിങ്ങളിവിടെ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇത് 2 പ്രാവശ്യം കർത്താവ് യേശുക്രിസ്തു ഒന്ന് പത്രോസിന് കൊടുക്കുന്നുണ്ട്, 2 സഭയുടെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ സഭ കൂട്ടായ്മ, ദൈവ സഭയുടെ മേൽ ന്യായം വിധിക്കുവാനുള്ള അധികാരം ദൈവം ഈ ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലും ഈ ന്യായവിധിയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബാലശിക്ഷ തരുന്നതെന്ന് അതുപോലെ നമുക്ക് പെട്ടെന്ന് വായിക്കും. ചില ബാലശിക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് കാരണം 1 കൊരിന്ത്യൻസിന്റെ 11:22 പറയുന്നു, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുക. അപ്പോൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കറക്ഷനില്ല, കർത്താവ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്, ദൈവം നമ്മളെ പലപ്പോഴും ചില വേദനിക്കുന്ന അനുഭവങ്ങളിൽ പോകുന്നത്, ചില തീച്ചൂളയുടെ അനുഭവത്തിലൂടെയൊക്കെ പോകുന്നത് ഒരു പൊന്നുപോലെ പുറത്തു കൊണ്ടിരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ദൈവം നമ്മളെ പലപ്പോഴും ന്യായവിധിയിലാകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഈ ദിവസങ്ങളിലും കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ നമ്മളെ കർത്താവ് ശിക്ഷിക്കുന്ന കർത്താവ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നൊരു അപ്പൻ തന്നെ മകനെ ബാലശിക്ഷ കഴിക്കുന്ന പോലെ കൊണ്ടുപോകുന്നതിന് കാരണം നാം ശിക്ഷാവിധിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാ ഈ ജഡ്ജ്മെന്റ് കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഈ ജഡ്ജ്മെന്റ് ഒക്കറിങ് വരാൻ പോകുന്ന ഒരു ജഡ്ജ്മെന്റ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ തന്നെ നമ്മളെ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുക. ദൈവം നമ്മളെ ചോദിച്ച കർത്താവ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ജഡ്ജ്മെന്റിനകത്തായി പോകാതിരിക്കാൻ നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. അത്ര പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പകരുന്ന കാര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം, മറ്റതൊക്കെ ടെമ്പററിയാ, ഇതൊക്കെ നിലനിൽക്കുന്ന ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് us ത്രൂ ദി ഇറ്റേണിറ്റി. ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന 5 ന്യായവിധികളുണ്ട്. പെട്ടെന്ന് ഞാൻ പറയട്ടെ, അത് ചിലർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാം. 1, ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ റെവലേഷൻസ് ചാപ്റ്റർ 6-16. ട്രിബുലേഷൻ കാലഘട്ടങ്ങളിൽ ദൈവം ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്ന ഒരു ന്യായവിധി. ദൂതന്മാർ കാഹളം ഊതുമ്പോൾ ഭൂമിയിലേക്ക് കനലും ഓരോ സമയത്ത് ഓരോ കാഹളം ഊതുമ്പോഴും ഭൂമിയിൽ വരുന്ന ഒരു ജഡ്ജ്മെന്റിനെ പറ്റി ഈ 6-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പെടത്തില്ലെന്നാണ് തിരുവചനപ്രകാരം ദൈവസഭ അതിലൂടെ കടന്നു പോകുകയില്ല എന്ന് പറയുന്ന ഒരു ഡോക്ടറിനുണ്ട്, അല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ഈ ന്യായവിധിയിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കുമെന്ന് അതിനകത്ത് ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യായവിധിക്കകത്ത് ഞാൻ തകർന്നു പോകത്തില്ല. അനേകർ തകർന്നു പോകുമ്പോൾ ദൈവസഭയെ കർത്താവ് സൂക്ഷിക്കും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം നമ്മളെ, കാരണം കർത്താവ് നമുക്ക് വേണ്ടി ന്യായവിധിയും ശിക്ഷാവിധിയും ക്രൂശിലെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് മറ്റൊരു ന്യായവിധിക്കോ ശിക്ഷാവിധിക്കോ ദൈവസഭയെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. കാരണം യേശുവിൻ്റെ ശരീരമാണ് സഭ. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് ഫൗണ്ടേഷനാണ്. എൻ്റെ ശരീരം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഓരോ അവയവങ്ങളാണെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മറ്റൊരു ന്യായവിധിയെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് എ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് കർത്താവ് വാനമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ റാപ്ചറിൽ സംഭവിക്കുന്നത് മധ്യാകാശത്ത് വെച്ച് നടക്കുന്നുവെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 2 കൊരിന്ത്യർ 5:10 അവിടെ പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ഓരോരുത്തരുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഭാര്യയോടോ ഭർത്താവിൻ്റെയോ കുഞ്ഞ് ചെയ്തതിനോ നമ്മൾ ഉത്തരവാദിത്തം പറയത്തില്ല. അന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനമുണ്ട്. എവിടെ? കർത്താവിന് മുമ്പിൽ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അവിടെ നടക്കുന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ 80 വയസ്സോ 100 വയസ്സോ 40 വയസ്സോ 30 വയസ്സോ എത്ര വയസ്സ് വരെ ജീവിച്ചാലും ആ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുവൻ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ വെച്ചാണ് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നൊരു ന്യായവിധി, ഒരു ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ദൈവസഭയെ ശിക്ഷിക്കുകയല്ല. അപ്പോൾ നമ്മൾ എന്ത് കർത്താവിന് വേണ്ടി ചെയ്തോ, എങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചോ, അതിനനുസരിച്ചുള്ളൊരു ഒരു ന്യായം വിധിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിഫലത്തിൻ്റെ അനുഭവം അവിടെ കർത്താവ് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ പിന്നെ കാണുന്ന മറ്റൊരു ന്യായവിധിയാണ് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ. അവിടെ ലോകത്തിൽ വരാൻ പോകുന്ന
മഹാകഷ്ടത്തെ പറ്റിയൊക്കെ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 25-ാം അധ്യായത്തിൻ്റെ 31 തൊട്ട് 46 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഇതിനെപ്പറ്റി വ്യക്തത ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സമയമുള്ളപ്പോൾ വായിക്കാം. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവരെ ഇടയൻ ചെമ്മരിയാടുകളിൽ നിന്ന് കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അത് നടക്കുന്നതിനകത്ത് നമ്മൾ കാണത്തില്ല. അതിന് ഇസ്രായേലിന് വേണ്ടിയുള്ള ന്യായവിധിയായിട്ടാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിനെ പ്രോസിക്യൂഷനോടെ പോകുമ്പം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധിയായിട്ടാണ് പറയപ്പെടുന്നത്. അതിന് മുമ്പോട്ട് നമുക്ക് പോകാം. അതിനുശേഷമുള്ളൊരു ന്യായവിധി, 4-ാമത്തെ ന്യായവിധി, ഇത് അത്ര ക്ലാരിറ്റി ഇല്ല. അത് 1 കൊറിന്ത്യൻസിന്റെ ലേഖനം അതിൻ്റെ 6:2 തൊട്ട് 3 വരെയുള്ള ന്യായവിധിയുണ്ട്. വിശുദ്ധന്മാർ, ഇത് കേൾക്കുന്ന വിശുദ്ധന്മാരുണ്ടെങ്കിൽ, വിശുദ്ധമതികളുണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ വിധിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികൾ വിധിപ്പാൻ നിങ്ങൾ. അപ്പോൾ നാം ദൂതന്മാരെ വിധിക്കുമെന്ന് വരെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അതെന്താണെന്ന് ഞാൻ വിശ്വസിക്കും, മില്ലീനിയൽ റൂളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനുശേഷം ദൂതന്മാരെ വിധിക്കുന്നതിനെ പറ്റി പറഞ്ഞത് എന്താണെന്നതിനെ പറ്റി കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി എനിക്കിന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ട്, നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളെയും എന്നെയും, നമ്മളെ ഓരോരുത്തരെയും പൈശാചികമായ മണ്ഡലം പലപ്പോഴും നമുക്കെതിരെ പ്രവർത്തിച്ചതിന് ന്യായം വിധിക്കുന്നത് ദൈവമക്കൾ വിശുദ്ധന്മാർ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ മേലൊരു പൂർണ്ണ ജയം ദൈവം ഈ ദിവസങ്ങളിൽ വിധിക്കുവാൻ തക്ക അതെവിടെയാക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അതാണ് ദാറ്റ്സ് എ ഫൈനൽ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, വൈറ്റ് ത്രോൺ ഓഫ് ജഡ്ജ്മെന്റ്. അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം ആദാം തുടങ്ങി ജനിച്ച സകലരും അവിടെ വന്ന് നിൽക്കും. പുസ്തകങ്ങൾ തുറക്കും, ജീവപുസ്തകങ്ങൾ തുറക്കും. ആമേൻ. മറ്റൊരു പുസ്തകം തുറന്ന് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതും ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായം വിധിക്കുന്ന അന്തിമ ന്യായവിധിയുണ്ട്. അപ്പോൾ അവിടെയാണ് സ്തോത്രം. അങ്ങനെ 5 ന്യായവിധികളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാണ് 2 ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. 1 പുനരുദ്ധാനവും, 2 ശിക്ഷാവിധി അല്ലെങ്കിൽ ന്യായവിധി. ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ബോധ്യം ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമുക്ക് പറയാൻ കഴിയത്തില്ലെങ്കിലും അതിനകത്ത് താല്പര്യമുള്ളവർ, ഇത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹമായിരിക്കും. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. സ്തോത്രം. അപ്പോൾ ഇത് മാത്രം പറഞ്ഞിട്ട് ഇത് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മാത്രം നിലനിന്നാൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് ഇനിയും ആത്മാവിൽ ദൈവജനം കത്തി ശോഭിക്കുവാൻ കൂടുതൽ ദൈവികമായ വചനത്തിൻ്റെ ആഴങ്ങളും അടിസ്ഥാനങ്ങൾക്കപ്പുറത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ തയ്യാറാകണമെന്ന് എബ്രായ സഭയോട് പറയുകയാണ്. അപ്പോൾ അവിടെ പറയുന്നു, അതിനകത്ത് ഇവർക്കൊരു വാണിംഗ് കൊടുക്കണം. കാരണം ഇവർ ഈ വിശ്വാസത്തിൽ വന്നിട്ട് വീണു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു വാർണിംഗ് കൊടുത്തിട്ട് പിന്നീട് അവരെ ഒന്ന് എക്സോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് ഞാൻ അതിൻ്റെ ചില മനസ്സിലാക്കിയ കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഉണ്ടെങ്കിൽ വായിക്കാം, കിട്ടിയവരുണ്ടെങ്കിൽ വായിക്കാം. അതിന്റെ 6-ാമത്തെ അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 6 and 4. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ ഈ ഒരു വചനത്തെ ആസ്പദമാക്കി പലപ്പോഴും പലരും പറയാറുണ്ട്, ഒരാള് വിശ്വാസത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിച്ചതിന് ശേഷം പിന്മാറ്റത്തിലായി പോയാൽ ഇദ്ദേഹത്തിന് നിത്യത നഷ്ടപ്പെട്ടു പോകും എന്ന് ഉള്ളതിനെ പറ്റി ബേസ് ചെയ്തിട്ട് ഉള്ള പല രീതിയിലുള്ള ടീച്ചിങ്സ്
നമുക്ക് കേൾക്കും. നമുക്ക് തന്നെ ഒരു ചിലപ്പോൾ സംശയം തോന്നും, നമ്മൾ കർത്താവിൻ്റെ ഈ വിശ്വാസം എന്ന് പലപ്പോഴും നമ്മൾ തന്നെ ഒരു പക്ഷേ കർത്താവിനെ മറുതലിച്ചിരിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു പക്ഷേ തീരുമാനിച്ചിരിക്കാം, ചിലപ്പോൾ കർത്താവ് ഇത് മതി, ഇനിയിപ്പം ഞാൻ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളങ്ങനെ ആകാതിരിക്കട്ടെ, അങ്ങനെ പിന്മാറ്റത്തിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവർ പോലും പലരും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സത്യത്തിൽ ഹെബ്രായ വിശ്വാസം ഉണ്ടായിരുന്നവർക്ക് വേണ്ടി എഴുതിയതാണെങ്കിലും ഇത് അല്ലാത്തവർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇവിടെ പറയുന്നു, പിന്നെയും അവരോട് സംസാരിച്ചിട്ട് നാം അത് ചെയ്യും, പിന്നെയും ഇടാതെ നമ്മളെപ്പറ്റി പറഞ്ഞിട്ട് മറ്റ് ചിലരെ പറ്റിയായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് പരിശുദ്ധാത്മാ പ്രാപിക്കുകയും ചെയ്തവർക്ക് ചെയ്തവർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചെയ്തവർ അവരല്ല. അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ചെയ്തവർ, അവരെ, പിന്നെയും അവരെ പറ്റിയാണ് പറയുന്നത്. ഈ ഹെബ്രായ സഭയെ പറ്റിയല്ല പറയുന്നത്. ഈ ഹെബ്രായ സഭയിൽ വന്ന ചിലരുടെ ജീവിതത്തിൽ വന്ന അപജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയാണ്, അവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. നിങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നെങ്കിൽ അന്ത്യത്തോളം ദൈവം ഈ വിശ്വാസത്തിൽ നമ്മെ നിലനിർത്തുക മാത്രമല്ല, ദൈവം എബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ ഉടമ്പടി അബ്രഹാമിന്റെ മേൽ പൂർത്തീകരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് മേലും അനവധി എക്സാമ്പിളുകൾ കാണിച്ചിട്ട് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് അവരെ എക്സോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വചനത്തെ ബേസ് ചെയ്ത് പല രീതിയിലുള്ള നമുക്ക് ടീച്ചിങ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, ചിലർ പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, ഈ പിന്മാറ്റത്തിൽ കർത്താവിൻ്റെ വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോയവരുണ്ടെങ്കിൽ അവര് ആ പിന്മാറ്റത്തിൽ പോയതിൻ്റെ കാരണം അതൊരു വിധ സത്യമാണ്. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ശരിയാണ്, അവർ വചനം കേട്ടു, വചനം മനസ്സിലാക്കി, പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധിതലങ്ങളിൽ മാത്രമേ ഇത് നിലനിന്നിരുന്നുള്ളൂ. അവിടെ പറഞ്ഞ പക്ഷേ അതുകൊണ്ട് ഒരുപക്ഷെ അവരെ പറ്റി ആയിരിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ അതൊരു സത്യമാണ്. കാരണം അങ്ങനെയുള്ളവർ വന്നിട്ട് അധികം നാൾ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ വന്നിട്ട് പോകും, പക്ഷെ യഥാർത്ഥത്തിൽ അവർ രക്ഷ വന്നിട്ടില്ല. ഇറ്റ്സ് എ ഫാക്ട്. അവർ ആദ്യം വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭയെ വരും. അവരുടെ ഒരുപക്ഷെ ദൈവം പ്രാർത്ഥനകൾക്ക് നമ്മൾ പ്രാർത്ഥിക്കും, അവർക്ക് വിടുതൽ കിട്ടും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പം അവരെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണത്തില്ല. അത് ഇങ്ങനെയുള്ളവരെ പറ്റിയാണ്, അതിനെപ്പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ അവര് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരെ ചില അനുഗ്രഹങ്ങൾ കിട്ടും. ചിലർ വന്നിട്ട് കിട്ടുന്നൊരു ആത്മീയ സന്തോഷമാണ്, ആരാധിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടിയിട്ട് അവർ ഭവനത്തിൽ പോകും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും ഇതിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വൈശാചിക ശക്തി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയി. അപ്പോൾ ലോകത്തിൻ്റെ നല്ല വചനം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിൻ്റെ ഈ ദൈവത്തിൻ്റെ ശക്തിയെ ആസ്വദിക്കുക, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ആസ്വദിക്കുകയും അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ അവരെ മടക്കി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആസ്വദിച്ചവർ ഉണ്ടെങ്കിൽ, ഇത് അറിഞ്ഞവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് ടേസ്റ്റഡ് ഡെത്ത്, യേശുക്രിസ്തു മരണത്തിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് തിരികെ വരികയല്ല, യേശു മരണത്തെ ടേസ്റ്റ് ചെയ്ത്, ജീസസ് ടേസ്റ്റഡ് ഡെത്ത്, സ്വന്തം ശരീരത്തിൽ ആ മരണം ആസ്വദിച്ചു അല്ലെങ്കിൽ ഏറ്റെടുത്തു, രുചിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ എഴുതി, ആ സെയിം വേർഡാണ് എഴുതി. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒരുവൻ രക്ഷയിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോയാൽ അവനെ മടക്കി വരുത്തുക അസാധ്യമാണ് എന്നാണ് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പോകാം. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് നോട്ട് ഹെബ്രായർ 6:6 ഇഫ് ദേ ഫോളോ അവേ, അവർ ഇഫ് ദേ ഫോളോ അവേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് ഒരിക്കലും പിന്മാറി പോകത്തില്ല, അങ്ങനെ ചാൻസ് ഇല്ല. ഇൻ കേസ് ഇഫ് ദേ ഗോ, ഇഫ് എന്നാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു ഇഫ് എന്നുള്ള വാക്ക് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്, ഗ്രീക്കിൽ അങ്ങനെ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് അതിനകത്ത് ഇഫ് അവിടെ അങ്ങനെയുള്ളവർ പിന്മാറ്റത്തിൽ പോയാൽ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കത്തില്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിലും അതിന് എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഒന്ന് അല്പക്ഷമയോടെ ഇരുന്നാൽ മതി. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാക്ക് സ്ലൈഡിങ്ങിനെ പറ്റി പറഞ്ഞ പിന്മാറ്റം അല്ല. ആക്ച്വലി ഇതിനകത്തെ പറ്റി ഈ പറഞ്ഞിരിക്കുന്ന വചനം പിന്മാറ്റം അല്ല, ഇത് പിന്മാറ്റം വേറെ ഉണ്ട്.
അത് ഹോശേയ പ്രവാചകന്റെ പുസ്തകം പല സ്ഥലത്ത് പിന്മാറ്റത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നമ്മളെല്ലാവരും പലരും പിന്മാറിപ്പോയി ബാക്കി തിരിച്ചു വരുന്നവരുണ്ട്. ഒരു മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി പിന്മാറിയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഒരുവന് പിന്മാറ്റത്തിൽ പോയാൽ അവന് മടങ്ങി വരാം. അവിടെ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14:14 അതിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അപ്പോൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരുവന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് അന്ത്യം വരേക്കും സൗഖ്യമാക്കി അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തയ്യാറാണ്. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പോൾ ഏത് സമയത്തും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ഒരു വ്യക്തിക്ക് ചാൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അപ്പോൾ ഒരു പിന്മാറ്റമുണ്ട്, പിന്നെ ഒരു വീഴ്ചയുണ്ട്. അപ്പോൾ നമുക്ക് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ചിലർ ഒരു പക്ഷേ ജീവിതത്തിൽ വന്ന തകർച്ചകളായിരിക്കാം, ഒരുപക്ഷെ ചില ഭവനത്തിനകത്ത് കിടക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം, ചില മരണങ്ങളായിരിക്കാം, ചിലർക്ക് ഒരുപക്ഷെ തൻ്റെ വരുന്ന ദുരനുഭവങ്ങളായിരിക്കാം. പലപ്പോഴും അവർക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം അങ്ങനെ പിന്മാറ്റത്തിൽ പോയ അനവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവവചന പ്രകാരം ദൈവസഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ മടക്കിക്കൊണ്ടിരിക്കുകയും അതുമാത്രമല്ല ദൈവം പലയിടങ്ങളിലും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ ദൈവം ചില ശോധനകളിലൂടെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് സാത്താൻ ഞാൻ അവൻ ചില ഏൽപ്പിച്ചിരിക്കുക എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാരണം അവൻ പിന്തിരിഞ്ഞു വരുവാൻ വേണ്ടി. അപ്പോൾ ദൈവം ഏത് വിധേനയും ഈ ഉള്ള വ്യക്തികളെ ദൈവം മടക്കിക്കൊണ്ടിരുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ പിന്മാറ്റത്തിൽ പോയ വ്യക്തിയെ തീർച്ചയായിട്ടും അവർക്ക് മടങ്ങി വരുവാനുള്ള ചാൻസ് ദൈവം കൊടുക്കും. അവർ മടങ്ങി വരികയും ചെയ്യും. അതിനുവേണ്ടി ദൈവസഭ ഇടിവിൽ നിൽക്കാൻ തയ്യാറാകണം. സ്തോത്രം. അവരെ കുറ്റം പറയുവാനല്ല, സ്തോത്രം. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗം സ്റ്റംബിൾ, യു ക്യാൻ സ്റ്റംബിൾ. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൽ വീഴായ സമയത്തും, അങ്ങനെ പാപത്തിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. എവിടെയെങ്കിലും വാക്കിലോ സംസാരത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഒക്കെ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ പാപം ചെയ്യുന്നവരുണ്ട്. ആ പാപത്തിൽ വീഴുമ്പോൾ നമ്മൾ ഏറ്റു പറയാൻ തയ്യാറായാൽ യു ക്യാൻ കം ബാക്ക്, യു ക്യാൻ സ്റ്റംബിൾ. അതാണ് പ്രൊവേർബ്സ് 24:16 പറഞ്ഞിരിക്കുന്നത്. നീതിമാൻ 7 പ്രാവശ്യം വീഴും, നീതിമാൻ വീഴും. സ്വതം അതിനർത്ഥം നമ്മൾ ഈ വിശ്വാസി വന്നപ്പോൾ ആരും വീഴാതിരിക്കത്തില്ലെന്നുള്ളത്. ഇന്ന് തന്നെ നമ്മളൊരു പക്ഷേ നമ്മുടെ സംസാരത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ അവൻ എഴുന്നേൽക്കും. കാരണം കർത്താവിൻ്റെ രക്തമുണ്ട് നമുക്ക് വേണ്ടി. ന്യായം നമുക്ക് വേണ്ടി നീതിയോടെ സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിലും. അതൊന്ന് ഏറ്റു പറയാൻ തയ്യാറായാൽ മതി. യു വിൽ ഗെറ്റ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് വാക്കിംഗ് അഗെയിൻ. You cannot go back into ഒരു ബാക്ക് സ്ലൈഡിങ് അല്ലെങ്കിൽ ഒരു സ്റ്റംബിളിങ്ങിലേക്ക് നിങ്ങൾ വീണു പോകത്തില്ല. വീണാലും യു വിൽ ഗെറ്റ് അപ്പ്. ദൈവം നിങ്ങളെ കരം പിടിച്ച് നീ നിലംപരിശാകത്തില്ല. പക്ഷെ ദുഷ്ടന്മാർ അങ്ങനെയല്ല. ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്റ്റസി. ഇങ്ങനെയുള്ളവരെ പറ്റിയാണ്, ഇവർക്കാണ് മടങ്ങി വരാൻ കഴിയാത്തത്. ഇംഗ്ലീഷ് അപ്പോസ്റ്റസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രത്യേക വാക്യം ഈ അപ്പോസ്റ്റസിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ ടു ഫോളോ, ഒബേ ഓർ റെക്കഗ്നൈസ്, കണ്ടിന്യൂ ടു റെഫ്യൂസ് ടു കണ്ടിന്യൂ. റെഫ്യൂസ് നമ്മൾ പേർപ്പസ്ലി ഫ്രം എ ഹാർട്ട്, നമ്മൾ പേർപ്പസായിട്ട് കർത്താവിനെതിരെ കണ്ടിന്യൂസ്ലി നമ്മൾ മറുതലിക്കുകയാണ്. നമ്മൾ അറിഞ്ഞു, പക്ഷേ ഇത് വേണ്ട, ഇനി ഇത് നമ്മൾ അറിഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ മറുതലിച്ച് മുന്നോട്ട് പോകുന്നതിനെ പറ്റി അതാണ് അപ്പോസ്റ്റസി. കണ്ടിന്യൂ ടു റെഫ്യൂസിങ് ടു കണ്ടിന്യൂ ടു ഫോളോ, ഒബേ ഓർ റെക്കഗ്നൈസ് എ റിലീജിയസ് ഫെയ്ത്ത് എന്നാണ് അപ്പോസ്റ്റസിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓർ അബാൻഡ്മെന്റ് ഓഫ് എ പ്രീവിയസ് ലോയൽറ്റി ഓർ ഡിഫെക്ഷൻ. അത് മലയാളത്തിൽ കണ്ടപ്പോഴത്തേക്കും അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്റ്റസിയുടെ അർത്ഥം സ്വധർമ്മ പരിത്യാഗം. സ്വയമായിട്ട് നമ്മൾ തീരുമാനമെടുത്ത് വിശ്വാസത്തെ പരിത്യജിക്കുക, മതഭ്രംശം, പാർട്ടി വിടുക, സ്തോത്രം, ആചാരപ്രമാണം, കൈവിടൽ, സംഘപരിത്യാഗം എന്നൊക്കെ ആണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥത്തെ പറ്റി പറയാം. അപ്പോൾ പേർപ്പസായിട്ട് അല്ലെങ്കിൽ ഘർ വാപ്പസി എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. നോർത്ത് ഇന്ത്യയിലേക്ക് ഇപ്പോഴും ഉണ്ട്. അവർ വിശ്വാസി വന്നവരെ തിരിച്ച് ജയ് ശ്രീരാമൊക്കെ വിളിച്ച് മടക്കി കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ പലയിടങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരുവൻ പേർപ്പസായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അവനെ മടങ്ങി വരാൻ അപ്പോൾ കടന്നു വരാൻ സാധ്യത. അവിടെ ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ തന്നെ ഡ്രിഫ്റ്റ് അവേ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കുക. നമ്മൾ അറിയാതെ ഒരു പക്ഷെ ഒഴുകിപ്പോയേക്കാം. നമ്മളെ ശത്രു പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ
ഒഴുകിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ പോലും അറിയാതെ യു വിൽ സ്ലോലി ഡ്രിഫ്റ്റ് അവേ. അങ്ങനെ അനുഭവം വന്നിട്ട് ഒരുപാട് ദൂരെ പോയി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്ന, കർത്താവേ ഐ ആം ഫാർ അവേ, ഐ ഡോണ്ട് നമുക്ക് ആ സന്തോഷമില്ല, സമാധാനമില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ടാണ് ഒരു ആട് വഴിതെറ്റിപ്പോയ ആടിനെ തേടി ഇടയൻ അതിൻ്റെ പിന്നാലെ പോയി സ്വന്തം തോളിൽ വഹിച്ചുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോയ, അല്ലെങ്കിൽ ശത്രു അവനെ പല കാര്യങ്ങൾ കാണിച്ചു കൊണ്ടുപോയിട്ട് മടങ്ങി വരുന്നതാണ് നമുക്ക് കാണുക. ടേൺ അവേ, അവിടെ കാണി ഡ്രിഫ്റ്റ് അവേ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ടേൺ അവേ, യു ക്യാൻ ഡ്രിഫ്റ്റ് അവേ, യു ക്യാൻ ടേൺ അവേ. ജീവനുള്ള ദൈവത്തെ ത്യജിക്കാതിരിക്കണം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്ക് ദൈവത്തിന് അടുക്കിലേക്ക് നമ്മൾ പാട്ട് പാടാറുണ്ട്, there's no turning back, no turning back. നമുക്കിനി തിരിച്ചൊരു യാത്രയില്ല. നമുക്ക് നമ്മുടെ യാത്ര ചെങ്കടലിൽ കടന്ന് മുന്നോട്ടുള്ള യാത്രയാണ്. അതിനകത്ത് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ആ പ്രതികൂലത്തെ മറികടക്കുവാനുള്ള ഒരു വിശ്വാസം, അതാണ് വിശ്വാസത്തിൽ ഉള്ള നിൽക്കുന്ന വിശ്വാസത്തിൻ്റെതായ പരിശോധനകൾ കടന്നു വരുമ്പോൾ അതിനകത്ത് നിലനിൽക്കുവാൻ സാധിക്കാതെ നമ്മൾ ടേൺ ബാക്ക് ചെയ്യുന്നൊരു അനുഭവമുണ്ട്, ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സഭ വിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും യു ഹാവ് ടു ടേൺ ബാക്ക്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുക. നമ്മുടെ ശോധനകൾ വരുമ്പോൾ നമുക്ക് വിശ്വാസം നിൽക്കുവാൻ കഴിയത്തില്ല. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വിശ്വാസം നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്തിരിക്കും. പക്ഷേ യു ക്യാൻ ഓൾവേസ് കം ബാക്ക്, യു ക്യാൻ ഓൾവേസ് കം ബാക്ക്. അവരെ കർത്താവ് എപ്പോഴും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. യു ക്യാൻ സ്ട്രിങ് ബാക്ക്. മഹാപ്രതിമുള്ള നമ്മുടെ ധൈര്യം. അപ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും ഇടിഞ്ഞു പോകും. അപ്പോൾ കർത്താവ് നമ്മുടെ മനസ്സിൽ നമുക്ക് പലപ്പോഴും കർത്താവിൻ്റെ വിശ്വാസത്തെ നമുക്ക് പലപ്പോഴും സംശയിക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഫോൾ അവേ. അപ്പം പല കാര്യങ്ങളുണ്ട്. യു ക്യാൻ ഡ്രിഫ്റ്റ് അവേ, യു ക്യാൻ ടേൺ അവേ ആൻഡ് യു ക്യാൻ സ്ട്രിങ് ബാക്ക്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഫോൾ അവേ. നമ്മൾ ദൈവത്തിൻ്റെ വചനവും ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ അത് പേർപ്പസ്ലി പിന്മാറിപ്പോയാൽ നമ്മുടെ അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:19 അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അത് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 2:19 യോഹന്നാൻ പറയുകയാണ്, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി, എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകും. അപ്പോൾ എല്ലാവരും കർത്താവിന് വേണ്ടിയുള്ള പക്ഷെ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയ ചിലരുണ്ട് എന്ന് പറഞ്ഞാൽ മാറിപ്പോയവരുണ്ട്, പിന്മാറ്റത്തിൽ പോയവരുണ്ട്. പക്ഷേ അവിടെ ഹെബ്രായ സഭയോട് ഈ വചനം എഴുതുമ്പോൾ ഈ ഹെബ്രായക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അവരുടേതായ ഭക്ഷണപാനീയങ്ങളിലുള്ള ഉണ്ടായിരുന്ന ഡയറ്ററി കോഡ് ഉണ്ടായിരുന്നു, സെറിമോണിയൽ കോഡ് ഉണ്ടായിരുന്നു, മോറൽ കോഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും അവരുടേതായ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. അവർ കാല് കഴുകിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ഓരോ ചട്ടങ്ങൾ, അവരുടെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അവർ ആചരിക്കുന്നവരായിരുന്നു. അവർ പലപ്പോഴും 7 ഉത്സവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ചട്ടങ്ങളുണ്ടായിരുന്നു. ഓരോ പാപങ്ങൾക്ക് യാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് അവർ ഓരോ ചട്ടങ്ങളും പ്രമാണങ്ങളും വിശ്വസിച്ചിരുന്ന ഈ ഒരു ജനസമൂഹത്തിന് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു എവറിത്തിങ് വാസ് പോയിന്റ് ടു ക്രൈസ്റ്റ്. അവരെന്തെല്ലാം ചെയ്തോ, എന്തെല്ലാം സെറിമണി ചെയ്തോ, എന്തെല്ലാം ചട്ടങ്ങൾ പ്രമാണിച്ചോ, എന്തെല്ലാം ഭക്ഷണപാനീയങ്ങളൊക്കെ വെടിഞ്ഞോ, എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തോ, എവറിത്തിങ് വാസ് പോയിന്റിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. യേശുവിന് ആ 7 ഉത്സവങ്ങളും യേശുവിൻ്റെ ജീവിതത്തിലൂടെ യേശു പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു ഉത്സവം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനെപ്പറ്റി സമയമുള്ള താല്പര്യമുള്ളവർക്ക് വായിക്കുക. 7 ഉത്സവങ്ങളുണ്ട്. അതെല്ലാം യേശു കർത്താവിൻ്റെ ജീവിതത്തെയാണ് സൂചിപ്പിച്ചത്. ബട്ട് ദേ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഇത് മനസ്സിലാകാതെ ഇവരുടെ അടിസ്ഥാനപ്പെട്ട രൂഢഫലമായിരിക്കുന്ന ആ ഒരു പാരമ്പര്യമായിട്ടുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ചിലർ ഇവരെ ഈ വിശ്വാസത്തിൽ നിന്ന് ഇവരെ പിന്മാറ്റിക്കൊണ്ട് പോകുവാൻ ചാൻസ് ഉണ്ട്. മോശ ന്യായപ്രമാണത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങൾ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ, സ്തോത്രം, അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോയാൽ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയാൽ, നിങ്ങൾ ഭയം കൊണ്ട് പോയാൽ,
മടങ്ങി വരാൻ പലപ്പോഴും ബുദ്ധിമുട്ടായി തീരും. സോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആട്ടുകുട്ടന്മാരുടെ രക്തമൊക്കെ അവർ തളിക്കുമ്പോൾ ആ രക്തം യേശുവിൻ്റെ രക്തമായിരുന്നു. കുഞ്ഞാട് അറുക്കപ്പെട്ടത് യേശുവായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യേശുവിനെ കാണിച്ചുകൊണ്ട് യഹൂദൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. അപ്പോൾ അവിടെ യാഗം അവസാനിച്ചു. അപ്പോൾ സെറിമണീസ് എവരിത്തിങ് വാസ് ഓവർ. പക്ഷെ ഇവർക്കത് മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർ ചില പാരമ്പര്യവാദികൾ അവരോട് പറഞ്ഞ്, നിങ്ങൾക്ക് ഇതും വേണം അതും വേണം, നിങ്ങൾക്ക് മോശയുടെ കാര്യം ചെയ്യാം ഇതും ചെയ്യാം അതിനകത്ത്. പക്ഷേ അവർ പെസഹ ആചരിക്കുമ്പോൾ അവർക്ക് ഇന്നും അറിയില്ല, പെസഹ ഈസ് ഓവർ. യെസ്, ദ പാസ് ഓവർ ഈസ് ഓൾറെഡി ഓവർ. സ്തോത്രം. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ദേ പാസ്ഡ് ഔട്ട് ഇൻടു ഫ്രം ദ റെഡ് സീ. അവർ കർത്താവ് ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് ടെമ്പിൾ പണിയപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം. ആമേൻ. 70 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ആലയം തകർക്കപ്പെട്ടു പോയി. കാരണം ഇനിയൊരു സെറിമണി ഇല്ല. ബിക്കോസ് ഈ ഭൂമിയിൽ യേശു അതെല്ലാം പൂർത്തീകരിച്ചു. ഇനിയൊരു യാഗം കഴിക്കുവാൻ ആവശ്യമില്ല. അതുകൊണ്ട് ടെമ്പിൾ ഇല്ലാത്തടത്തോളം കാലം അവർക്ക് യാഗം കഴിക്കാൻ കഴിയത്തില്ല. ഇന്നും യഹൂദിന് യാഗം കഴിക്കാൻ കഴിയത്തില്ല. അതിനുള്ള തത്രപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, പലരും വിശ്വസിക്കുന്നത്, ഈ ടെമ്പിൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, ഈ ടെമ്പിൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ദൈവസഭ എന്ന ടെമ്പിൾ, 2 ടെമ്പിൾ ഭൂമിയിൽ നിൽക്കത്തില്ല. ദൈവസഭ എന്ന ടെമ്പിൾ എടുക്കപ്പെടും. സ്തോത്രം. അവിടെ യാഗം ശേഷിക്കത്തില്ല. സ്തോത്രം. കാരണം യാഗം മുഴുവൻ കർത്താവ് ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ പിന്നീട് കർത്താവിനോട് കൂടെയായിരിക്കും ദൈവസഭ മടങ്ങി വരുന്നത്. അപ്പോൾ ഇന്ന് ദൈവസഭ ആലയം നിലനിൽക്കുന്നുണ്ട്. ആലയം ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം. അവിടെ ഇനി ശേഷിക്കുന്ന ഒരു രക്തച്ചൊരിച്ചിലില്ല. കാളക്കൂറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയത്തില്ലെന്ന് യേശുക്രിസ്തു കാൽവരിയുടെ ക്രൂശിലുള്ള ആമേൻ ഈ പ്രൂവ്ഡ് ഇറ്റ്. അപ്പോൾ ദേമാസിനെ പറ്റി പറഞ്ഞാൽ, ദേമാസ് എന്നൊരു വ്യക്തിയെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ദേമാസ് അവൻ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി. 2 മിഷണറി യാത്രകളിൽ ദേമാസ് പത്രോസിനോട് കൂടെ പോയ വ്യക്തിയാണ്. പക്ഷേ 2ാം മിഷണറി യാത്രയിൽ പത്രോസ് പിടിക്കപ്പെട്ടു പോയി. ഹി വാസ് ഇൻ ദ പ്രിസൺ. ആ സമയം നോക്കിയപ്പോൾ എന്നോട് ക്ഷമിക്കാം, പൗലോസിനോട് കൂടെ ദേമാസ് മിഷണറി യാത്രയിൽ പോയൊരു വിശ്വാസിയാണ്. അപ്പോൾ ഈ ദേമാസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചിട്ട് ദേമാസിനെ വിട്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ദറ്റ് യു ക്യാൻ ഓൾവേസ് മൂവ് ഔട്ട്. അല്ലെങ്കിൽ പല എക്സാമ്പിൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്ത് പത്രോസിൻ്റെയും യൂദാസിൻ്റെയും കാര്യമൂടെ പറഞ്ഞിട്ട് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് വിരമിക്കാം. പത്രോസിനെയും യൂദാസിനെയും നോക്കിയാൽ ആക്ച്വലി ജൂഡാസ് ഹാഡ് അപ്പോസ്റ്റസി. യൂദ അപ്പോസ്റ്റസിയുടെ ദ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. പത്രോസ് ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയൊരു ഫെയിലിയർ. ഹി ഫെൽ. പത്രോസ് വീണുപോയി. ബട്ട് ഹി ഗോട്ട് അപ്പ് അഗൈൻ. പക്ഷേ ഈ യൂദാസ് ഹി പേർപ്പസ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. ഒരു പക്ഷേ 3 വർഷത്തിൻ്റെ ഇടയിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോഴും ഇദ്ദേഹത്തിന് അകത്ത് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താല്പര്യം. ഇദ്ദേഹം ഇതിൻ്റെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്ന ഇദ്ദേഹമാണ്. ഈ ധനസഞ്ചിയിൽ നിന്ന് ഇദ്ദേഹം മോഷ്ടിച്ചിരുന്നു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട വ്യക്തിയാണ്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ള അദ്ദേഹം പരിശുദ്ധ ആത്മാവിനെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ച് കാണുമായിരിക്കും. പക്ഷേ ആ ഒരു അന്തിമ അത്താഴ വിരുന്നിൽ ഇദ്ദേഹം ആ അപ്പം മുറിച്ച് ഭക്ഷിക്കുമ്പോൾ പിശാച് അവൻ്റെ ഉള്ളിൽ കയറിയെന്നാണ് തിരുവചനം എഴുതിയിട്ട്. അപ്പോൾ യേശു പറഞ്ഞു, യു വിൽ ഫോൾ അവേ. അവിടെ അന്ത്യ അത്താഴത്തിന് ശേഷം യേശു പറയുന്നുണ്ട്, ഓൾ ഓഫ് യു വിൽ ഫോൾ അവേ. നിങ്ങളെല്ലാവരും വീണുപോകും. സ്തോത്രം. പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കും. പെന്തക്കോസ്ത് വരുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. കാരണം മനുഷ്യനാണ്, വീണുപോകും. പക്ഷെ എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമുള്ളതിനായിട്ട് ഇന്ന് രാത്രി എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. അവിടെ ഒരാൾ തുണിയില്ലാതെ പോലെ ഓടിപ്പോയൊരു വ്യക്തി ഉണ്ടായ സ്തോത്രം. യേശുവിനെ ഇട്ടിട്ട് പോയി. അങ്ങനെ എല്ലാവരും ഓടിപ്പോയി. അവസാനം പത്രോസ് ഓടിപ്പോയി. സ്തോത്രം. പക്ഷേ യേശുവിനെ പിന്മാറ്റത്തിൽ പോയ പത്രോസ് പിന്മാറ്റത്തിലല്ല പോയി. അദ്ദേഹം ഈ ആക്ച്വലി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു വാക്യം ആണ് ആക്ച്വലി നമുക്കതിന് ആധാരമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഈ നോട്ട് ടേൺ അവേ, സ്ട്രിങ് അവേ. പക്ഷേ പത്രോസ് അപ്പോസ്തലന് ഒരു നിമിഷം നീതിമാൻ വീണു. ഈ ഫെല്ലെന്ന്. പക്ഷേ വീണ്ടും അപ്പോസ്തലനായ പത്രോസ് സ്റ്റംബിൾഡ്. അദ്ദേഹം സ്റ്റംബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ നിന്ന് യേശുവിനെ അറിയത്തില്ല എന്ന് പറയുകയും യേശു ശപിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഇറ്റ് വാസ് എ മൊമെന്ററി അഫെയർ. ഒരു നിമിഷത്തിൽ പെട്ടെന്ന് വന്ന ഒരു ബലഹീനതയിൽ വന്ന ഒരു തെറ്റായിരുന്നു.
പക്ഷെ യൂദാസ് അങ്ങനെയാണ്. ജൂഡാസ് പ്ലാൻഡ് ഇറ്റ് ബിഫോർ ഹാൻഡ്. ഹി പ്ലാൻഡ് എവറിത്തിങ്. അപ്പോൾ യൂദാസിനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉദ്ദേശങ്ങൾ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്, അദ്ദേഹത്തിന്റെ പ്ലാൻ മാറി, ഇനിയിപ്പോൾ നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഹി പേർപ്പസ്ഡ്, ഹി സോൾഡ് ജീസസ്. യേശുവിന് കണ്ട വില 30 വെള്ളിക്കാശ് മാത്രമാണ്. നമുക്ക് പലരും ലോകത്തിലുള്ള നമുക്ക് വില കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ നമുക്ക് വില കാണുന്നൊരു ദൈവമുണ്ട്. കാരണം നമുക്ക് ആരും വില കണ്ടില്ലെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട. കാരണം എന്ന് വെച്ചാൽ യേശുവിന് കണ്ട വില 30 വെള്ളിക്കാശേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു വെള്ളിക്കാശ് ആരെങ്കിലും വില തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിലെ ഭയപ്പെടേണ്ട. സ്തോത്രം. നമ്മൾ അതിൽ സ്വർഗം നമുക്ക് കാണുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ കൊടുത്താലും കിട്ടാത്ത. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വീട്ടിലുള്ളവരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ നമുക്കൊരു വിലയില്ലാത്തതാണെന്ന് ആരൊക്കെ പറഞ്ഞാലും വില കാണുന്ന ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ആ വില ഈ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ നമുക്ക് പോകുവാൻ തയ്യാറാണോ? ദൈവം നമ്മളെ കൈവിടത്തിൽ. ഈ സ്ലംബേർഡ് പക്ഷേ റിപ്പന്റഡ്. ഹി കെയിം ബാക്ക് ഇമ്മീഡിയറ്റ്ലി. ഹി റിപ്പന്റഡ്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ പത്രോസ് വീണ് പോയേനെ. പക്ഷെ യേശു പത്രോസിനെ മടക്കി കൊണ്ടുവന്നിട്ട് പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം ഏറ്റു പറയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. നീ എന്നെ സ്നേഹിക്കുന്നു പത്രോസെ. അപ്പൊ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയ പത്രോസിനെ വീണ്ടും കർത്താവ് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഹി ടുക്ക് എ പേർപ്പസ്, ഹി ടുക്ക് എ ഡിസിഷൻ. അവൻ പോയി 30 വെള്ളിക്കാശ് കൊടുത്ത് വിറ്റു. അതിനുശേഷം ഈ 30 വെള്ളിക്കാശ് എടുത്ത് തിരികെ കൊടുത്തു. അവർ ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ വെള്ളിക്കാശുമായി പോയി അവിടെ അത് വലിച്ചെറിഞ്ഞിട്ട് അത് പിന്നീട് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് കോൾഡ് അപ്പോസ്റ്റസി. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ മടങ്ങി വരാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ ദുഷ്ടഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ നിർമ്മലയുള്ളതാണോ? ദൈവം നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാണോ? നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാതാണെങ്കിൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. ടുക്ക് ദ റൈറ്റ് ചോയ്സ് ടു കം ബാക്ക്. ഹി ടുക്ക് ദ റോങ് ചോയ്സ് ടു ഗോ ബാക്ക്. സ്തോത്രം. പക്ഷേ മറ്റേത് പ്ലാൻഡ് ആയത് അദ്ദേഹം റിപ്പന്റ് ചെയ്തു. അപ്പോൾ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കും. കേട്ട വചനം വിശ്വാസയോഗ്യമായി ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട്, നമ്മുടെ മണ്ണിൽ വീണ വിത്തുകൾ 4 തരം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഒന്ന് വഴിയരികിൽ വീണു. അത് വിശ്വാസികളെ പറ്റി ചിന്തിച്ച് നോക്കുവാണെങ്കിൽ അവർ വന്നിട്ട് വചനം കേട്ട് ഒന്നും മനസ്സിലാകാതെ പോയാൽ അവർ പിന്മാറിപ്പോയവരല്ല. ചിലത് പാറയുടെ ഇടയിൽ വീണു. അത് വേര് ഊന്നി. അതാണ് പലപ്പോഴും പിന്നീട് വെയിലടിച്ചപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് വാടിപ്പോയി. പിന്നീട് വന്ന് മുള്ളിൻ്റെ ഇടയിൽ വീണു. മുള്ള് വന്നതിനെ ഞെരിച്ചു കളഞ്ഞു. ഇത് മറ്റൊരു തരം വിശ്വാസികളെ പറ്റി പറയുന്നു. അവര് വാടിപ്പോയി, അവര് തീർന്നുപോയി. സ്വതം. പക്ഷെ നല്ല നിലത്ത് വീണ വിത്ത് 100 മേനിയും 60 മേനിയും 100 മേനിയും ഫലം കായ്ക്കുവാൻ തക്ക ഇടയാക്കി. ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ മുള്ളും ഞെരിഞ്ഞിലുമല്ല മുളപ്പിച്ചാൽ അത് കൊള്ളരുതാത്ത ശാപത്തിനടുത്തുമാകുന്നു, ചുട്ടുകായിക അത്ര. പക്ഷേ ഈ ദിവസങ്ങൾ ഫലം കായ്ക്കുന്നവരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും മാറ്റുന്നതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഈ ദിവസങ്ങൾ വീണേക്കാം, പക്ഷെ ഞാൻ എഴുന്നേൽക്കൂ. ഞാൻ ഒരുപക്ഷെ മാറിപ്പോയേക്കാം, പക്ഷെ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഏത് സമയത്തും മാറോട് ചേർക്കുവാൻ തയ്യാറാകുന്ന ഒരു നല്ല അരുമനാഥൻ നമുക്കുള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ദൈവങ്ങളിലേക്ക് കേൾപ്പിക്കപ്പെട്ട മുമ്പാകെ നമ്മളിൽ സമർപ്പിക്കുക. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.